നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏത് സാഹചര്യത്തോടും ഇണങ്ങിപ്പോവാൻ ശ്യാമയ്ക്കറിയാം. എത്ര വെറുക്കുന്നവരും അവരുടെ സ്വഭാവം കാണുമ്പോൾ സ്നേഹിച്ചു തുടങ്ങും. കണ്ടറിയാം. ഓ, തുടങ്ങി ശ്യാമയുടെ കുറ്റം പറച്ചില്. ഞാൻ കുറ്റമൊന്നും അല്ല പറഞ്ഞത്. അത് ദോഷമായിട്ട് എല്ലാവർക്കും തോന്നിയാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ എന്താ ഈ കാര്യമായിട്ട് പറഞ്ഞത്? അവൾ അവിടെ ഇട്ട് ദ്രോഹിക്കുന്നാണോ? ആ, എന്തിനാ ആ സാധ്യത തള്ളിക്കളയുന്നത്? ആ ചെക്കനെ ഇരുട്ട് പേടിയാ. ശ്യാമയാണെങ്കി പിന്നെ കറുപ്പിനെ അല്ല പേടി, ഇരുട്ടിനെയാ. അല്ലെങ്കിലും അഖില് ശ്യാമയോട് എത്രയോ വട്ടം സ്നേഹത്തോടെ സംസാരിച്ചിരിക്കുന്നു. ആ, സംസാരിക്കുന്നത് പോലെ അല്ലല്ലോ ഒരു റൂമിൽ ഒരുമിച്ച് ഉറങ്ങുന്നത്. നീ കാട് കയറി ഓരോന്ന് പറയാതെ ഒന്ന് അകത്ത് പോ ജയന്തി. ഓ, ഞാനൊന്നും മിണ്ടുന്നില്ലേ? പിന്നെ ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. ആ തള്ള ശ്യാമയെ അംഗീകരിക്കില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ പോലെ അതാരും വിളിച്ചു പറയുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ അതെ, ഒന്നുകൂടി ആലോചിച്ചിട്ട് മതിയായിരുന്നു ഈ കല്യാണം. എത്താക്കൊമ്പത്ത് പിടിക്കാനുള്ള ശ്രമമായി പോയി. പിടി കിട്ടാതെ വീണുപോയാ പിന്നെ തീർന്നു. അവിടുന്ന് ഇറക്കി വിട്ട പെണ്ണ് വീട്ടിൽ വന്നിരിക്കും. ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണിന് പുൽക്കൊടിയുടെ വില പോലും ഇല്ല. ഇവളെന്ത് പിന്നെ വേറെ കല്യാണം കഴിപ്പിച്ച് വിടാന്ന് വെച്ചാ രണ്ടാം കെട്ടായി പോയി. ജയന്തി, ഞാൻ നിന്നോട് പറഞ്ഞു. ഞാനൊന്നും മിണ്ടുന്നില്ലേ? കഷ്ടം. എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും ഇങ്ങനൊരു കല്യാണം ഞാൻ വിചാരിച്ചതല്ല. ഞങ്ങളൊക്കെ പാവ അമ്പലവാസികളാ. എന്നെ അഖിൽ സാറിനെയും കൂടി ചതിച്ചതാ. നിന്നെയും അഖിൽ സാറിനെയോ? അപ്പോ എന്റെ മോന്റെ പേരിന്റെ കൂടെ ചേർക്കാൻ പറ്റി നിന്നല്ലേ? അതിന്റെ അർത്ഥം എന്താ? എന്റെ കുടുംബത്തിലെ ഒരു അംഗമായി നീ എന്നാണോ? അയ്യോ അല്ല, എനിക്കങ്ങനെ ഒരു അവകാശവും വേണ്ട. ഈ വീടിന്റെ ഏതെങ്കിലും ഒരു കോലായില് ജീവിച്ചിരുന്നോളാം ഞാൻ. എന്നെ വെറുക്കാതിരുന്നാ മതി. ഒരു തവണെങ്കിലും എന്നെ അനുഗ്രഹിച്ചാ മതി. എന്റെ 7 അയലത്ത് പോലും വന്നു പോകരുത് നീ. അമ്മേ, ക്ഷമ, എഴുന്നേക്ക്. ഇതിന് മാത്രം ഇവൾ എന്ത് തെറ്റാമേ ചെയ്ത്? ഞാൻ ഇവളെ കല്യാണം കഴിച്ചെങ്കിൽ അത് ഇവളുടെ തീരുമാനമല്ല, എന്റെ തീരുമാനം, എന്റെ അച്ഛന്റെ തീരുമാനം. നമ്മുടെ ഈ കുടുംബത്തിലെ എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യം അമ്മയ്ക്ക് കൂടി അംഗീകരിച്ചാൽ എന്താ? അംഗീകരിക്കില്ല. മരിക്കും വരെ ഇവളെ ഞാൻ അംഗീകരിക്കില്ല. അമ്മേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.